ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. മക്കളെ, നമ്മൾ ഇതുവരെയായി 14 അധ്യായങ്ങളാണ് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ അധ്യായം ഗുണത്രയ വിഭാഗയോഗം എന്ന പേരിലുള്ള കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ 3 ഗുണങ്ങളെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവയെ വേർതിരിച്ച് പഠിച്ചു. പിന്നീട് ഈ ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ച് നിൽക്കുന്ന ഗുണാതീതനാണ് ഈശ്വരൻ എന്നും മനസ്സിലാക്കി. ഇനി അങ്ങനെയുള്ള ആ ഗുണാതീതൻ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണാതീതനെയാണ് ഈ അധ്യായത്തിൽ പുരുഷോത്തമൻ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരണം തരുന്നത്. അതുകൊണ്ട് 15-ാം അധ്യായത്തിൻ്റെ പേര് പുരുഷോത്തമ യോഗം എന്നാണ്. ഈ അധ്യായം വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അധ്യായമാണ്. നല്ല പോലെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 18 പടികളുള്ള ഒരു കോണിയിലൂടെ കയറുകയാണ്. ഓരോ പടിയായി മെല്ലെ മെല്ലെ പിടിച്ച് കയറുകയാണ്. നമുക്കങ്ങനെ ചാടി കയറാനുള്ള ശക്തി ആയിട്ടില്ല. കൊച്ചുമക്കളാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഓരോ പടിയായിട്ട് അങ്ങനെ നമ്മൾ പിടിച്ചു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മേലത്തെ പടികളെത്തുമ്പം കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും കുറച്ചെന്തെങ്കിലുമൊക്കെ മനസ്സിലാകും. മേലോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നടക്കുമല്ലോ സൂക്ഷിച്ചിട്ട്. അതുപോലെ നല്ല ശ്രദ്ധ കൊടുത്ത് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അതിനോട് ചേർത്ത് വെച്ച് നമുക്കറിയുന്ന വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ പുരുഷോത്തമൻ എന്നാൽ നമ്മൾ ഈശ്വരൻ എന്നെടുക്കണം. യോഗം എന്നാൽ ചേർച്ച, അതെല്ലാവർക്കും അറിയാലോ, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈശ്വരനുമായിട്ടുള്ള ചേർച്ച, അതാണ് ഇവിടെ ഈ അധ്യായത്തിൻ്റെ പേര്. അപ്പം ഒരു ജീവന് ഈശ്വരനുമായിട്ട് എങ്ങനെയാണ് ചേരാൻ സാധിക്കുക, അതിനെന്തൊക്കെ വേണം, ആ അറിവാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്നത്. വളരെ പ്രാധാന്യം ഉള്ള അധ്യായമാണിത്. ഇത് സാധാരണ ആശ്രമങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ 15-ാം അധ്യായം മുഴുവനും ചൊല്ലുന്ന ഒരു പതിവുണ്ട്. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഈ അധ്യായം തെറ്റുകൂടാതെ മനപ്പാടാക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. പുരുഷോത്തമെന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ
ഉത്തമൻ. അപ്പം പുരുഷോത്തമനെ കൂടാതെ വേറെയും പുരുഷന്മാരുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ അവർ ആരൊക്കെയാണ്? അപ്പം ശരിയാണ്, ഇവിടെ രണ്ട് വേറെ പുരുഷന്മാരെ പറ്റി പറയുന്നുണ്ട്. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ. ഈ ക്ഷരപുരുഷനെക്കുറിച്ചും അക്ഷരപുരുഷനെക്കുറിച്ചും ഈ അധ്യായത്തിൽ തന്നെ അവസാനത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഒക്കെ മേലെയുള്ള ആളാണ് പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ. ഈ അധ്യായം ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നറിയോ? ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഈ ലോകത്തെ, നാം കാണുന്ന ഈ ലോകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ, എല്ലാ ലോകങ്ങളെയും ചേർത്തിട്ട് നമുക്ക് പ്രപഞ്ചം എന്ന് വിളിക്കാം. അപ്പം എല്ലാത്തിനെയും, നമ്മൾ ഈ കാണുന്ന ഈ ലോകത്തിനെ മുഴുവൻ നമ്മൾ കാണുന്ന ഒരു ആൽമരായിട്ട്, ആലിൻ്റെ മരം, അരയാൽ മരമായിട്ട്, അതായത് നല്ല വേരോട് കൂടിയ, നല്ല വേരിൽ നിന്ന് തഴച്ച് പന്തലിച്ച് നിൽക്കുന്ന ആൽമരത്തിൻ്റെ ചിത്രമാണ് ഭഗവാൻ തരുന്നത്. ഇവിടെ വേരായിട്ട് നമ്മൾ സങ്കല്പിക്കേണ്ടത് ഈശ്വരനെയാണ്. ഇവിടെ സാധാരണ നമ്മൾ വേര് താഴെയും മരം മേലെയായിട്ടാണ് കാണാറ്. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നത് വേര് മേലെയാണ്, മരം താഴെയായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം നമ്മൾക്ക് കാണാൻ പറ്റാത്ത, അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ പറ്റാത്തതാണ് ഈശ്വരൻ, ഈ വേരാകുന്ന ഈശ്വരൻ. അപ്പോൾ ഭൂമിക്കടിയിലാണെങ്കിൽ നമുക്ക് കാണാമല്ലോ, ഭൂമിയിൽ നിന്ന് മണ്ണ് മാന്തിയാൽ കാണാമല്ലോ. പക്ഷെ മേലെ കിടക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ്, എത്ര മേലെയാണ് നമുക്കറിയില്ല. അങ്ങനെ ഒരു പിക്ചർ തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് ഈ ലോകത്തിന് തടിച്ചു നന്നായിട്ട് ഈ മരം എങ്ങനെയാണോ വേരിൻ്റെ സഹായത്തോടു കൂടി നല്ല പോലെ തളിർത്ത് വളരുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നതൊക്കെ ഈ വേര് ആകുന്ന ഈശ്വരനാണ് എന്ന ഒരു സങ്കല്പം എന്ന് മാത്രം തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുക്കും. നമുക്ക് ഇനിയും കുറേ പഠിക്കേണ്ടതുണ്ട്. അപ്പം നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാകും. പിന്നെ ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും കുറച്ചും കൂടെ ആഴത്തിലായിട്ട് ഇങ്ങനെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാം ഞാനാണ്. ഈ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദിത്യനിലും ചന്ദ്രനിലും അഗ്നിയിലും ഉള്ള തേജസ്സായിട്ട് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്, നീ മനസ്സിലാക്കണം. പിന്നെ ഈ ലോകത്തിൽ ഉള്ള എല്ലാ ജീവികളുടെയും വിശപ്പായിട്ട് ഇരിക്കുന്നത് ഞാനാണ്. പിന്നെ കഴിക്കുന്ന ഭക്ഷണം 4 വിധത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 വിധത്തിൽ എന്താണ് ഭഗവാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞു തരാം. അത് വെറുതെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അത് 4 വിധം എന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകില്ല. എങ്കിലും പറയാം. അതായത് 4 വിധത്തിലുള്ള
ഭക്ഷണം നമ്മൾ തിന്നുന്ന ഭക്ഷണമുണ്ട്, നക്കിക്കുടിക്കുന്ന ഭക്ഷണമുണ്ട്, ലേഹ്യമുണ്ട്, കുടിക്കുന്ന ഭക്ഷണമുണ്ട്. അങ്ങനെയാണ് ഈ 4 തരം അന്നം നമ്മൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ 4 തരം അന്നം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവരും ഉള്ളിലേക്ക് വലിച്ചു വിടുന്ന പ്രാണവായു ഞാനാണ്. പിന്നെ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഹൃദയ ഗുഹ എന്നാണ് പറയുക സാധാരണ. കാരണം അത്രയും ഒരു ഉള്ളിലേക്ക് ഇരിക്കുന്ന, കാണാൻ പറ്റാത്ത വിധത്തിലിരിക്കുന്ന സ്ഥലമാണ് ഹൃദയ ഗുഹ. ആ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഞാനാണ്. ആ എന്നെ നിങ്ങൾ തിരഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാ അറിവിൻ്റെയും അറിവാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഞാൻ. പിന്നെയാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പറയുന്നത്, ഈ ലോകത്തിൽ ഉണ്ടായിട്ട് ഇല്ലാതാകുന്ന ഒരുവനുണ്ട്, മാത്രമല്ല ഒരിക്കലും ഇല്ലാതാകാത്ത ഒരുവനും ഉണ്ട്. ഇങ്ങനെയാണ് 2 പുരുഷന്മാരുള്ളത്, ഈ ഉത്തമ പുരുഷനെ കൂടാതെ. അപ്പോൾ ഉണ്ടായിട്ട് ഇല്ലാതാകുന്ന പുരുഷന്മാരാണ് എല്ലാ ജീവന്മാരും. അവരെയാണ് ക്ഷരപുരുഷൻ എന്ന് വിളിക്കുന്നത്. അക്ഷരപുരുഷൻ ഈശ്വരനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ജീവനും ഈശ്വരനും മേലെയാണ് ഉള്ള പുരുഷനാണ് ഉത്തമ പുരുഷൻ. ഈ ജീവനിലും ഈശ്വരനിലും ഒക്കെ വ്യാപിച്ച് കിടക്കുന്ന പുരുഷൻ ഉത്തമ പുരുഷൻ. അങ്ങനെയുള്ള ആ ഉത്തമ പുരുഷനായിട്ട് അർജുന നീ എന്നെ മനസ്സിലാക്കണം. അങ്ങനെ അറിയുമ്പോൾ നമ്മൾ ഒന്നായിത്തീരും. അതാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. നമ്മളെങ്ങനെയാണ് ഉത്തമ പുരുഷനെ ക്ഷരപുരുഷൻ അല്ലാതെ കാണുക? കാരണം ക്ഷരപുരുഷൻ ഉണ്ടാകുന്നതാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ട് ഉത്തമ പുരുഷൻ ക്ഷരപുരുഷനല്ല തന്നെ. ഇനി അക്ഷരപുരുഷൻ, അതായത് നശിക്കാത്തതാണ് അക്ഷരപുരുഷൻ. അതെങ്ങനെയാണ് ഉത്തമ പുരുഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുന്നത്? അപ്പം പറയണത് ആ അക്ഷരപുരുഷനിലും മായയുടെ ചെറിയ കളികളുണ്ട്. അതുകൊണ്ട് ആരാണ് മായ അറിയാലോ? ബ്രഹ്മൻ്റെ തന്നെ ശക്തിയാണ്, പരമാത്മാവിൻ്റെ ശക്തിയാണ് മായ. അപ്പം ആ മായയിൽ നിന്ന് തീർത്തും വിട്ടു നിൽക്കുന്ന ആ പരമാത്മാവാണ് ഉത്തമ പുരുഷൻ. കുറച്ച് മായയുടെ മറയുള്ള ഈശ്വരനെയാണ് അക്ഷരപുരുഷൻ ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ ജീവനും ഈശ്വരനും ഇവിടെ പറയുന്ന പരമാത്മാവും ഒക്കെ ഒന്ന് തന്നെയാണ്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം ക്രമേണ നമുക്ക് വലുതാകുമ്പോൾ മനസ്സിലാകും. അപ്പം ഇതൊന്നും നിങ്ങൾ ഒന്ന് മാത്രമേ മനസ്സിലാക്കണ്ടൂ, ഞാനും ഈശ്വരനും
അല്ലെങ്കിൽ ഞാനും പരമാത്മാവും ഒരു ഭേദവുമില്ല. അത് തന്നെയാണ് പരമമായ ജ്ഞാനം. അതാണ് ഈ പുരുഷോത്തമ യോഗത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ആ പരമമായ ജ്ഞാനം തന്നെയാണ് ഉത്തമമായ ഭക്തി, ഉത്തമ ഭക്തി, അനന്യഭക്തി. ഇങ്ങനെ പുരുഷോത്തമ യോഗം എന്ന 15-ാം അധ്യായവും കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യായം കാണാം. ഹരി ഓം.